നിങ്ങളൊരു ഹ്യുണ്ടായി കാർ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ഇനി അതല്ല നിങ്ങളുടെ കാർ മൈലേജ് കുറവാണെങ്കിലും ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടോളൂ. എൻ്റെ സുഹൃത്തിൻ്റെ ഹ്യുണ്ടായി സാൻഡ്രോ എന്ന കാറിന് മൈലേജ് വളരെ കുറവാണ്. അത് 12-13 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞാനത് കാർ ഒന്ന് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 20-നടുത്ത് അതിന് മൈലേജ് കിട്ടി. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പുള്ളി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്ററിൻ്റെ പെഡൽ ചവിട്ടി പിടിച്ചാണ് ഓടിക്കുന്നത്. അതായത് ഒരു കാര്യമില്ലെങ്കിലും വെറുതെ അത് ഓവറായിട്ട് ചവിട്ടിയിട്ട് സൗണ്ട് ഇങ്ങനെ വരുന്നല്ലാതെ വണ്ടി നീങ്ങില്ല. RPM കയറുന്നു, സ്പീഡ് കയറുന്നില്ല, അവിടെ മൈലേജ് ഷോർട്ടാവുന്നു. എന്നാൽ ഞാൻ ഡ്രൈവ് ചെയ്ത സമയത്ത് വളരെ മാന്യമായ രീതിയിൽ സ്ലോ ആയിട്ട് പെഡൽ ചെയ്തിട്ട് വളരെ സ്ലോ ആയിട്ട് സ്പീഡ് ഗെയിൻ ചെയ്തെടുത്ത് RPMനെ കൺട്രോൾ നിർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മൈലേജ് ഒന്ന് കൂടാനുള്ള കാരണം അതായി. ഇനി രണ്ടാമത്തത്, സ്പീഡ് ലോക്ക് ചെയ്യുക. നമുക്കറിയാം കാറിൻ്റെ ക്രൂസ് കൺട്രോൾ എന്ന സംഭവം ഉണ്ടല്ലോ. ഒരു സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡ് തന്നെ കാർ മുന്നോട്ട് പോയിക്കോളും. അത് നമുക്ക് ക്രൂസ് കൺട്രോൾ ഇല്ലാത്ത വാഹനങ്ങളിൽ സ്പീഡ് ലോക്കിങ്ങോടെ ചെയ്യാൻ പറ്റും. അതായത് ഏതൊരു സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആക്സിലേറ്റർ ചവിട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ഫെദർ ടച്ചിലൂടെ ആക്സിലേറ്റർ പെഡൽ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ സ്പീഡ് നമുക്ക് ആ ഒരു കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതും മൈലേജ് കൂടാൻ സഹായിക്കും. ഇനി മൈലേജ് കൂടുതൽ കിട്ടാനും അടി കിട്ടാതിരിക്കാനുള്ള 2 ടിപ്പ് കൂടെ പറഞ്ഞുതരാം. ഒന്ന്, വെറുതെയുള്ള ഓവർടേക്കിംഗ് ഒഴിവാക്കുക. ഓവർടേക്ക് ചെയ്യാൻ ഗ്യാപ്പില്ലാത്ത സ്ഥലത്ത് വണ്ടി കുത്തിക്കയറ്റുന്ന പരിപാടി, അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഓവർടേക്കുകൾ, റേസിംഗ്, ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാറിന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും.